ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ട്രിമ്മറാണ്. ബിയർഡോ എന്ന് പറയുന്നൊരു കമ്പനിയുടെ ആണ്. ബിയർഡോ ഡോൺ ട്രിമ്മർ ഫോർ മെൻ, ഇതാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പാക്കറ്റാണിത്. നല്ലൊരു ക്വാളിറ്റി പാക്കിങ്ങോട് കൂടിയിട്ട് ഉള്ളൊരു പാക്കറ്റ് നമുക്കിതിൽ കാണാം. അതിൻ്റെ ക്വാളിറ്റീസും ബാക്കി ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒറ്റ ചാർജ് കൊണ്ട് ഒരു 2.5 hours ഇത് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഇത് ഒരു 120 minute ആണ് ഇതിൻ്റെ ക്വിക്ക് ചാർജ് ടൈം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ 20 ലെങ്ത് സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് ബിയർഡൊക്കെ ട്രിം ചെയ്യാനായിട്ട് 20 ടൈപ്പ് ലെങ്ത് സെറ്റിങ്സ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ട്രിമ്മർ ഒന്ന് എങ്ങനെയാണെന്നുള്ളത് കാണാം. ഇപ്പോൾ ഒരു ബ്ലാക്ക് കളറാണ് ഇതിൽ കോഡഡും അതുപോലെ തന്നെ കോഡ്ലെസ് ആയിട്ടുള്ള യൂസ് നമുക്ക് അവൈലബിൾ ആണ്. ബ്ലാക്ക് കളറോട് കൂടിയിട്ടുള്ളൊരു ട്രിമ്മറാണ്. പിന്നെ ഇവർ പറയുന്നത് ഈ ഒരു ട്രിമ്മർ വാഷബിൾ ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബ്ലേഡാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. നല്ലൊരു മെറ്റൽ ഫിനിഷ് സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ട്രിമ്മറാണ്. അപ്പോൾ അതിന് നമ്മളിത് അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ യൂസർ മാനുവൽ ഉണ്ട്. നമ്മൾ യൂസർ മാനുവലാണ് നേരത്തെ കണ്ടത്. അതിലെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ കാണുന്നതാണ് ചാർജിങ് കേബിൾ. അത്യാവശ്യം ലെങ്ത്തുള്ളൊരു ചാർജിങ് കേബിളാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കോഡഡ് ആണ്. കോഡഡ് ആയിട്ടും കോഡ്ലെസ് യൂസും ഇതിൽ അവൈലബിൾ ആണ്. ഈ കാണുന്നത് ചെറിയൊരു ലിക്വിഡാണ്. നമ്മൾ ഇതിൻ്റെ ബ്ലേഡ് ഒന്ന് ഷാർപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയൊരു ബ്രഷുണ്ട്. ട്രിം ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ബ്ലേഡൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ഇത്തരം കാര്യങ്ങളാണ് നമ്മളിത് അൺബോക്സ് ചെയ്യുമ്പോൾ കാണുന്നത്. ട്രിമ്മറുണ്ട്, യൂസർ മാനുവലുണ്ട്, അതുപോലെ ചാർജിങ് കേബിള്, പിന്നെ ഇതിൻ്റെ ബ്ലേഡ് ഷാർപ്പൺ ചെയ്യുന്ന ലിക്വിഡും അതുപോലെ തന്നെ ബ്ലേഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബ്രഷുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിയർഡോയുടെ ട്രിമ്മർ. ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ബാറ്ററി ഉൾപ്പെടെ ഒരു 240 grams ആണ് അവർ എഴുതിയേക്കുന്നത്. പവേർഡ് ബാറ്ററിയാണ് ഉള്ളത്. ചാർജിങ് ടൈം എന്ന് പറയുന്നത് 120 minute ആണ് ഇതിൻ്റെ. അപ്പോൾ ഒറ്റ ചാർജ് കൊണ്ട് നമുക്ക് ഏകദേശം 2.5 hours ഇത് റൺ ചെയ്യിക്കാൻ പറ്റും. ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട്. ഇതാണ് ട്രിമ്മർ ഓണും ഓഫ് ചെയ്യാനുള്ള ബട്ടൺ. അത് ഓൺ ചെയ്യുമ്പോൾ താഴെ നമുക്ക് ഗ്രീൻ ലൈറ്റ് കത്തുന്നത് കാണാം. ഇനി ഈ കാണുന്നത് ഈ ഒരു ട്രിമ്മറിൻ്റെ ബ്ലേഡിൻ്റെ ലെങ്ത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബട്ടണാണ്. അത് നമ്മൾ തിരിച്ചു കൊടുക്കുന്നതനുസരിച്ച് ആ ട്രിമ്മറിൻ്റെ ബ്ലേഡിൻ്റെ ലെങ്ത്തിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് പോലെ 20 ലെങ്ത് സെറ്റിങ്സ് ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എത്രയാണോ നമുക്ക് ലെങ്ത്ത് ആവശ്യം അതനുസരിച്ച് നമുക്ക് ഈ ഒരു ബട്ടൺ നമ്മൾ തിരിച്ചു കൊടുത്താൽ മതി. ഇവിടെയാണ് നമ്മൾ ചാർജർ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് ഒന്ന് നോക്കാം. ക്ലോസ് ചെയ്തേക്കുന്ന പോർഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബ്ലേഡ് കാണാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു ട്രിമ്മറാണ്. പിന്നെ ഇതിൻ്റെ ചാർജിങ് ടൈം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 120 minute ആണ്. USB ചാർജിങ് കേപ്പബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ട്രിമ്മർ കൂടിയാണ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ബ്ലേഡിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതനുസരിച്ച് നമ്മുടെ ബിയർഡ് നമുക്ക് ആ ഒരു ലെങ്ത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സോക്കറ്റിലേക്കാണ് നമ്മൾ ബ്ലേഡ് ഇൻസേർട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലേഡ് വരുന്നത്. നമ്മൾ ജസ്റ്റ് അതൊന്ന് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. വളരെ ഈസിയാണ് ഇത് ഉപയോഗിക്കാനായിട്ട്. ഇതിൻ്റെ ബാറ്ററി ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ താഴെ കാണുന്ന വേറൊരു ലൈറ്റ് കൂടി ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു ട്രിമ്മർ ചാർജ് ചെയ്യുമ്പോൾ ചാർജ് തീരെ കുറവാണെങ്കിൽ ഒരു റെഡ് ലൈറ്റ് കത്തുന്നത് കാണാം. ഇനി ഇത് ചാർജ് ചെയ്തതിന് ശേഷം ആ റെഡ് ലൈറ്റ് ഗ്രീൻ ആവും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ട്രിമ്മർ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇതിന് യൂസ് ചെയ്യാനായിട്ട് 3 സ്റ്റെപ്സാണ്. ആദ്യം നമ്മൾ ഡിവൈസ് ചാർജ് ചെയ്യുന്നു, പിന്നെ ആ ബ്ലേഡ് ബ്ലോക്ക് അറ്റാച്ച് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിലാണ് നമ്മൾ ട്രിമ്മർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.